ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ, ഒരു കർത്തൃദിവസം കൂടി ദൈവമായ കർത്താവ് നമുക്ക് തന്നിരിക്കുകയാൽ സന്തോഷത്തോടെ ഈ നല്ല ദിവസം നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം പറയാൻ പരിശുദ്ധ ദൈവം എനിക്ക് ഒരുക്കി തരുന്ന നല്ല സാവകാശത്തെ ശ്രേഷ്ഠമെന്നെണ്ണി നിങ്ങൾക്കുള്ള ദൈവത്തിൻ്റെ ആലോചന പങ്കുവയ്ക്കാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. അതിനേക്കാൾ മുമ്പ് മഹാദൈവവും രക്ഷിതാവുമായിരിക്കുന്ന കർത്താവിന് സകല മഹത്വവും പുകഴ്ചയും കരയറ്റുന്നു. ദൈവം നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനും ഓരോ ദിവസവും നമുക്ക് വേണ്ട ആലോചന തന്ന് ജയത്തോടെ നടത്തുവാൻ നമ്മോട് കരുണ കാണിക്കുന്ന മഹാദൈവമായിരിക്കാൽ ആ ദൈവത്തിന് സകല പുകഴ്ചയും മഹത്വവും സ്തോത്രവും കരയറ്റിക്കൊണ്ട് വചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്ന് പരിശുദ്ധ ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്ന വളരെ സുപരിചിതമായിരിക്കുന്ന വേദഭാഗത്ത് നിന്ന് ഒരു ആത്മീക ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അതിനാധാരമായി അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 4-5 വാക്യങ്ങൾ. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിൻ്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ച് തടവിലാക്കി അവനെ കാപ്പാൻ 4 ചേവകരുള്ള 4 കൂട്ടത്തെ ഏൽപ്പിച്ചു. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. പത്രോസിനെ കാരാഗ്രഹത്തിലടച്ച അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിലെ സംഭവം ദൈവസഭയെ സംബന്ധിച്ച്, വേദപുസ്തക വായനക്കാരെ സംബന്ധിച്ച്, പ്രാർത്ഥനക്കാരെ സംബന്ധിച്ച്, പ്രാർത്ഥന കൂട്ടായ്മക്കാരെ സംബന്ധിച്ച് ഏറ്റവും പരിചിതമാണെന്ന് എനിക്കറിയാം. എത്രയോ പ്രാവശ്യം നിങ്ങൾ അതിൽ നിന്ന് പ്രസംഗം കേട്ടിട്ടുണ്ടായിരിക്കാം. എന്നെ കേൾക്കുന്ന നിങ്ങൾ ചിലർ പ്രസംഗിച്ചിട്ടുണ്ടായിരിക്കാം. ഞാൻ തന്നെ 12-ാം അധ്യായത്തിൽ നിന്ന് അനുദിന ചിന്തയിൽ എപ്പോഴൊക്കെയോ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നിങ്ങളെ പ്രബോധിപ്പിച്ചിട്ടുണ്ട്, ഓർപ്പിച്ചുണർത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ ഈ ഭാഗം വായിക്കുമ്പോൾ തന്ന ഒരാത്മീക ചിന്ത ഞാൻ നിങ്ങളോട് ഈ കർത്തൃദിവസം പങ്കുവെക്കട്ടെ. ഹെരോദ രാജാവ് സഭയ്ക്കകത്തേക്ക് കൈനീട്ടിയെന്നും യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു എന്നും അത് യഹൂദന്മാർക്ക് പ്രസാദമായി തീർന്നതുകൊണ്ട് പത്രോസിനെ കൂടെ യഹൂദന്മാർക്ക് പ്രസാദം വരേണ്ടതിന് പിടിച്ച് കാരാഗ്രഹത്തിനകത്തിട്ടിരിക്കുകയാണ്. ഈ ഭാഗം സൂക്ഷ്മമായി വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, പത്രോസിനെ പിടിച്ചപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ആയിരുന്നു എന്നാണ് കാണുന്നത്. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ 7 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളെന്ന് പുറപ്പാട് പുസ്തകത്തിൽ, സംഖ്യാപുസ്തകത്തിലൊക്കെ കാണാൻ കഴിയുന്നു. അപ്പോൾ 7 ദിവസം നീണ്ടു നിൽക്കുന്നൊരു പെരുന്നാളാണ് യഹൂദനെ സംബന്ധിച്ച് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. ഇതിനിടയിൽ ഏതോ ഒരു ദിവസം, ചിലപ്പോൾ 1-ാം ദിവസമായിരിക്കാം, ചിലപ്പോൾ 5-ാം ദിവസമായിരിക്കാം, ഈ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ യഹൂദൻ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേക വേളയിൽ പത്രോസിനെ പിടിച്ച് കാരാഗ്രഹത്തിനകത്തിട്ടു. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 7 ദിവസം കഴിയുമ്പോഴാണ് പെസഹ. അപ്പോൾ ആ 7 ദിവസത്തെ പെരുന്നാൾ കഴിഞ്ഞിട്ട് പെസഹ കഴിഞ്ഞിട്ട് പത്രോസിനെ കൊല്ലാം. അത് യഹൂദന്മാർക്ക് പ്രസാദമാകുമെന്ന് വിചാരിച്ച് ഹെരോദാവ് ഇങ്ങനെ കാത്തു നിൽക്കുക, അത് ഭാവിച്ച് മനസ്സിൽ കണ്ടു നിൽക്കുക. അപ്പോൾ ഒരുപക്ഷെ 7 ദിവസമോ 5 ദിവസമോ 4 ദിവസമോ എന്നാണോ പിടിച്ച് അതിനോടനുബന്ധപ്പെട്ട് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ബാക്കി ദിവസങ്ങൾ പിന്നിട്ട്, എന്നിട്ട് പെസഹായോടെ കഴിഞ്ഞിട്ട് വേണം പത്രോസിനെ കൊന്നിട്ട് യഹൂദന്മാരുടെ കയ്യടി വാങ്ങിച്ച് ഹെരോദാവിന് തൻ്റെ കസേര ഉറപ്പിച്ച് പ്രീതി സമ്പാദിക്കാൻ. ഇതിനു വേണ്ടിയിട്ട് സർവശക്തനായ ദൈവത്തിൻ്റെ ദാസനായ അപ്പോസ്തലന്മാരിൽ ഒന്നാമനായിരിക്കുന്ന പത്രോസിനെ വെച്ചുകൊണ്ട് ഹെരോദാവ് യഹൂദന്മാരെ പ്രസാദിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ആദ്യം തന്നെ ഒരു ദൂത് ഞാൻ പറയാം. ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ വിശ്വസിക്കുന്ന, ദൈവം തിരഞ്ഞെടുത്ത നിന്നെ വെച്ചുകൊണ്ട് ചില വൻപന്മാർ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്ന ഒരിടപാടുണ്ട്. അത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ചുമ്മാ ദൈവത്തെ സേവിക്കുന്ന നമ്മളെ വെച്ചുകൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുക. ഒന്ന് ഓർത്ത് നോക്കിയേ. ഇന്ന് നിങ്ങൾ ചിന്തിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളെ വെറുതെ ഉപദ്രവിക്കുമ്പോൾ, നമ്മളെ വലിച്ചു കീറുമ്പോൾ, നമുക്കെതിരെ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് പേര് സന്തോഷിക്കുന്നുണ്ട്. ഹെരോദാവ് പത്രോസിനെ വാളുകൊണ്ട് ഇഞ്ചിഞ്ചായിട്ട് അറുത്തു കൊല്ലുമ്പോൾ, യാക്കോബിനെ കൊല്ലുമ്പോൾ, പത്രോസിനെ കൊല്ലാൻ ഭാവിച്ചിരിക്കുമ്പോൾ സന്തോഷിക്കുന്നതാരാ? യഹൂദന്മാരാ. അപ്പോൾ ഹെരോദാവ് യഹൂദന്മാരെ സന്തോഷിപ്പിക്കാൻ കർത്താവിൻ്റെ ചോര കൊണ്ട് വീണ്ടെടുത്ത, കർത്താവ് തെരഞ്ഞെടുത്ത, കർത്താവ് തൻ്റെ രക്തത്തിൽ മുദ്ര വെച്ച് ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങി വേർതിരിച്ചിരിക്കുന്നവനെ
ചുമ്മാ ഹെരോദാവ് പിടിച്ച് തുണി പിഴിയും പോലെ പിഴിഞ്ഞിട്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നോക്കുന്നു. എന്നോട് കർത്താവ് പറയുന്നു, നിൻ്റെ കുഞ്ഞിനെ വെച്ച് അവളുടെ കണ്ണുനീരും നൊമ്പരവും കണ്ടുകൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നോക്കുന്ന പൈശാചിക ഇടപാട്, നിൻ്റെ ജീവിതമിട്ട് ചൂതാടിയിട്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നോക്കുന്ന സാത്താൻ്റെ തന്ത്രം എൻ്റെ കർത്താവ് അനുവദിക്കുകയില്ല. യാക്കോബിനെ കൊന്നത് യഹൂദന്മാർക്ക് പ്രസാദമായി. എന്നാൽ പത്രോസിനെ പിടിച്ചിട്ട് നിന്നെ തകർത്തു എന്ന വാർത്ത ചിലർക്ക് സന്തോഷമാകും. നിൻ്റെ കഴുത്ത് കണ്ടിച്ചു എന്ന വാർത്ത ചിലർക്ക് ഭയങ്കര ആഘോഷമാകും. നീ തകർന്നു, നീ ഇനി ഇല്ല, നീ ഉടഞ്ഞു, നീ അവസാനിച്ചു, നിനക്കിനി ജീവിതമില്ല എന്ന് പറയുന്നത് മറ്റ് ചിലർക്ക് സന്തോഷമാകുമെങ്കിൽ അതിനു വേണ്ടി ചില ഉന്നതന്മാരെ സാത്താൻ കയ്യിലെടുത്തുകൊണ്ട് മറ്റു പലരെയും സന്തോഷിപ്പിക്കാൻ നിന്നെ കരുവാക്കുന്നൊരിടപാട് ഈ നവംബർ മാസത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ച പിശാച് വളരെ ഭാവന കണ്ടിട്ടുണ്ടെങ്കിൽ ഡിസംബറിലേക്ക് കയറുന്നതിനേക്കാൾ മുമ്പ് ആ ഭാവനയെ തകർക്കണം. നിന്നെ വെച്ച്, നിൻ്റെ ജീവിത പങ്കാളിയെ വെച്ച്, നിൻ്റെ കുഞ്ഞുങ്ങളെ വെച്ച്, നിൻ്റെ സഭയിലെ വിശ്വാസ മക്കളെ വെച്ച് സാത്താൻ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നോക്കുന്നെങ്കിൽ അത് അനുവദിക്കരുത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടായിരിക്കാം. ഇല്ലെങ്കിൽ ഒന്നോടെ ഇത് കേട്ടിട്ട് ബൈബിൾ വായിച്ച് ഈ കാര്യം ഗ്രഹിക്കുക. നമ്മളെ വെച്ച് മറ്റു പലരെയും ജഡീകന്മാരായ, അനാത്മീകന്മാരായ, ജാതികളായ, അല്ലെങ്കിൽ ഇതുപോലത്തെ പാരമ്പര്യവാദികളായ ചിലരെ സന്തോഷിപ്പിക്കാൻ നമ്മെ കരുവാക്കുന്ന, നമ്മെ ഇരയാക്കുന്ന പ്രവണതയ്ക്ക് പരിശുദ്ധ ദൈവം ഈ മാസം തീരുന്നതിനേക്കാൾ മുമ്പ് ഒരു അറുതി ഉണ്ടാക്കണം. അതിനെന്ത് ചെയ്യണോ അത് ചെയ്യാൻ തയ്യാറാകണം എന്നോർപ്പിച്ചുകൊണ്ട് പറയാൻ വന്ന പ്രസിദ്ധമായ ഭാഗം ഞാൻ പറയാം. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിവസങ്ങൾ പിന്നിടുമ്പോൾ ആ ദിവസങ്ങളിൽ പത്രോസിനെ പിടിച്ച് കാരാഗ്രഹത്തിനകത്താക്കി. എന്നിട്ട് പെസഹ കഴിഞ്ഞിട്ട് പത്രോസിനെ വധിക്കാമെന്നുള്ള തീരുമാനത്തോടു കൂടെ ഹെരോദാവ് കാര്യങ്ങൾ നീക്കിയിരിക്കുക. ആ സമയത്ത് എനിക്ക് തോന്നുന്നില്ല 7 ദിവസമാണോ 5 ദിവസമാണോ, ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നല്ലോ. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ 7 ദിവസം നീണ്ടു നിൽക്കുമ്പോൾ അതിനിടയിൽ ഏതോ ദിവസമാണ് പത്രോസിനെ പിടിച്ചത്. ചിലപ്പോൾ 3-ാം ദിവസമായിരിക്കാം, ചിലപ്പോൾ 5-ാം ദിവസമായിരിക്കാം. 5-ാം ദിവസമാണ് പിടിച്ചതെങ്കിൽ 2 ദിവസം പ്രാർത്ഥിക്കാൻ കിട്ടും. 3-ാം ദിവസമാണ് പിടിച്ചതെങ്കിൽ 4 ദിവസം പ്രാർത്ഥിക്കാൻ കിട്ടും. 1-ാം ദിവസമാണ് പിടിച്ചതെങ്കിൽ 7 ദിവസവും പ്രാർത്ഥിക്കും. എന്താണെങ്കിലും കർത്താവിൻ്റെ കൃപയാൽ സഭയ്ക്ക് പ്രാർത്ഥിക്കാനൊരവസരം ദൈവമായ കർത്താവ് ഹെരോദാവിൻ്റെ തീരുമാനത്തിനകത്ത് പെസഹ കഴിഞ്ഞിട്ട് പത്രോസിനെ കൊന്നാൽ മതി എന്ന ചിന്ത വന്നത് സഭയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു പ്രാർത്ഥിക്കാൻ. അത് അന്നത്തെ സഭ മുതലെടുത്തു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ചിന്ത ഞാൻ ഇന്ന് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ എന്നെ ഭയങ്കരമായിട്ട് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പ്രേരിപ്പിച്ചു. ഈ ദിവസങ്ങളിൽ, ഈ ആണ്ട് കഴിയുന്നതിനേക്കാൾ മുമ്പ് എന്താണെങ്കിലും കർത്താവ് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി തരും. അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്. നിനക്ക് പ്രാർത്ഥിക്കാൻ, നിനക്കൊന്ന് സംസാരിക്കാൻ, നിനക്കൊന്ന് ഫോൺ ചെയ്യാൻ, നിനക്കൊന്ന് പോയി കാണാൻ, നിനക്കൊന്ന് ഇടപെടാൻ, നിനക്ക് ഒരു ശുശ്രൂഷ ചെയ്യാൻ, എന്തുമാകട്ടെ, ഒരു ഗ്യാപ്പ്, ഒരു അവസരം, ഒരു ദിവസം, ചിലപ്പോൾ 3 ദിവസം, എനിക്കറിയില്ല, കർത്താവായിട്ടൊരു ഇടവേള ഉണ്ടാക്കി തരും. ആ ഗ്യാപ്പ് അങ്ങ് ഫില്ല് ചെയ്തേക്കണം. അത് നശിപ്പിച്ച് കളയരുത്, അതില്ലാതാക്കരുത്, അത് വേണ്ടെന്ന് വെക്കരുത്, അത് മാറ്റി വെക്കരുത്. ശ്രദ്ധിച്ചോ, ഡിസംബർ തീരുന്നതിനേക്കാൾ മുമ്പ് ദൈവമായ കർത്താവ് സഭയ്ക്ക് പത്രോസിൻ്റെ കാര്യത്തിൽ ഒരു ഗ്യാപ്പ് കൊടുത്തു. ഹെരോദാവിൻ്റെ തീരുമാനത്തിൻ്റെ വെളിച്ചത്തിൽ സ്വർഗസ്ഥനായ ദൈവം പെസഹ കഴിഞ്ഞിട്ട് മതി എന്നൊരു തീരുമാനം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നപ്പോൾ ചില ദിവസങ്ങൾ സഭയ്ക്ക് കിട്ടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു, ചില തീരുമാനങ്ങൾ ചിലർ മാറ്റിവെക്കും, ചിലർ പോസ്റ്റ്പോൺ ചെയ്യും. ആ ഗ്യാപ്പ് പ്രാർത്ഥിക്കുന്നവൻ മുതലാക്കണം. ആ ഗ്യാപ്പ് നിൻ്റെ കുടുംബം നീ മുതലാക്കിയെടുക്കണം. അത് ഫില്ല് ചെയ്യണം. നിങ്ങളുടെ സഭ അത് അലേർട്ടായിട്ട് കാത്തിരിക്കണം. സ്വർഗം പറയുന്നു, ഒരവസരം വരുന്നുണ്ട്, ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. ചില ദിവസങ്ങൾ നിനക്ക് അവധി കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും വിധത്തിൽ മുഖാന്തരം കിട്ടും. അത് കളിച്ച് ചിരിച്ച് കളയാതെ പ്രാർത്ഥിച്ച് ആ കാര്യത്തെ നേടിയെടുക്കാൻ മനസ്സ് വെച്ചാൽ സ്വർഗസ്ഥനായ ദൈവം ആ ഗ്യാപ്പിനകത്തൊരു വിടുതൽ, ഒരത്ഭുതം, ഒരു മഹാത്ഭുതം കരുതി വെച്ചിട്ടുണ്ട്. സ്വർഗം അത് ചെയ്യും. പറഞ്ഞത് ബോധ്യപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയ, ഒന്നോടെ ഓർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ കർത്തൃ ദിവസത്തിൽ, ഈ ദിവസങ്ങളിൽ സർവശക്തനായ ദൈവം
ഒരു 3-4 ദിവസം, ചിലപ്പോൾ 2 ദിവസം, ചിലപ്പോൾ 1 ദിവസം എങ്ങനെയെങ്കിലും ദൈവം നിനക്ക് തരും. അത് അവധിയായിട്ടാണോ, അത് ആരുടെയെങ്കിലും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാനാണോ, ആരെങ്കിലും ഒരു പ്രാർത്ഥനക്കാരൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നതാണോ, എൻ്റെ ദൈവം നിങ്ങളെ എവിടെയെങ്കിലും എനിക്കറിയില്ല. ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്, ഒരിടവേള വരുന്നുണ്ട്, ഒരവസരം വരുന്നുണ്ട്. അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ അതിനകത്തൊരത്ഭുതം മറഞ്ഞിരിക്കുന്നുണ്ട്, അതിനകത്തൊരു വിടുതൽ മറഞ്ഞിരിക്കുന്നുണ്ട്, അതിനകത്തൊരു സാക്ഷ്യം മറഞ്ഞിരിക്കുന്നുണ്ട്, അതിനകത്തൊരു പ്രസംഗ വിഷയം മറഞ്ഞിരിക്കുന്നുണ്ട്. സ്വർഗം അത് ചെയ്യും. ഇനി നിങ്ങൾ ഊഹിക്കുക, ചിന്തിക്കുക, ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക, പ്രാപിക്കുക. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ കരുണയാൽ തിരുവെഴുത്തിലേക്ക് നോക്കിയപ്പോൾ കണ്ട 2 ചിന്തകൾ ഈ ഭാഗത്തുനിന്ന് ദൈവമക്കളുമായി പങ്കുവെച്ചു. ഒന്ന്, എൻ്റെ കർത്താവായ ദൈവമേ, പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളെ വെച്ച് ചിലരെ സന്തോഷിപ്പിക്കാൻ നോക്കുന്ന ഒരു സാത്താന്യ നീക്കം എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല എന്ന്. 2, ഞങ്ങൾക്കൊരു ഗ്യാപ്പ്, ഒരവസരം, ചിലപ്പോൾ ഒരു ദിവസം എങ്ങനെയോ പ്രാർത്ഥിക്കാനോ ചിന്തിക്കാനോ ധ്യാനിക്കാനോ തീരുമാനമെടുക്കാനോ എന്തിനോ ദൈവം ഒരുക്കുന്നുണ്ട്. ആ ഒരുക്കുന്നത് മുതലാക്കി ഗ്യാപ്പ് ഫില്ല് ചെയ്ത് വിടുതലാക്കി മാറ്റാൻ കർത്താവ് തന്നെ ആഹ്വാനത്തിനായി സ്തോത്രം. ഇത് തിരിച്ചറിയാൻ, ഇത് കേൾക്കുമ്പോൾ ഗ്രഹിപ്പാൻ, ചില വിഷയങ്ങളുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ, അങ്ങനൊരു വിടുതലുണ്ടാകാൻ കേൾവിക്കാരായ പ്രിയപ്പെട്ടവർക്കിടയാക്കണമേ. ദൈവം അത് ചെയ്യണമേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.